അഞ്ജലി ദേവദാസ് ബയോഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ യൂക്യാരിയോട്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ യൂക്യാരിയോട്ടിക് പ്രൊമോട്ടർ നോക്കാം. യൂക്യാരിയോട്ടിക് പ്രൊമോട്ടർ എന്ന് പറയുമ്പോൾ അതിൽ കോർ പ്രൊമോട്ടറുണ്ട്, അതുപോലെ തന്നെ അപ്സ്ട്രീം റെഗുലേറ്ററി എലമെൻറ്റ്സ് ഉണ്ട്. കോർ പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ ദ പ്രൈമറി സൈറ്റ് വെർ ദ ട്രാൻസ്ക്രിപ്ഷൻ മെഷീനറി അസംബിൾസ്. ഓക്കെ, അപ്പോൾ കോർ പ്രൊമോട്ടറിലേക്കാണ് മെയിൻ ആയിട്ടുള്ള എല്ലാ ആളുകളും വന്ന് അസംബിൾ ചെയ്യുന്നൊരു ഭാഗം. അപ്സ്ട്രീം റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു കോർ പ്രൊമോട്ടറിന് മുന്നേ ഉള്ള കുറച്ച് റീജിയൻ ആണ്. അത് ട്രാൻസ്ക്രിപ്ഷനെ അസിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷനെ റെഗുലേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് റെഗുലേറ്ററി എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഈ ഒരു ഫിഗർ നോക്കിക്കേ, ഇതാണ് കോർ പ്രൊമോട്ടർ. ഇതേ കണ്ടോ, ഈ ഒരു +1 എന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് സൈറ്റ് ആണ്. ഈ ഒരു +1 എന്ന് പറയുന്ന ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് സൈറ്റിന് തൊട്ട് മുന്നേ ഉള്ള ആ ഒരു ഭാഗമാണ് എന്ത്, കോർ പ്രൊമോട്ടർ എന്ന് പറയും. ഈ കോർ പ്രൊമോട്ടറിന് തൊട്ട് മുന്നേ ഉള്ള ഭാഗമാണ് റെഗുലേറ്ററി റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു യൂക്യാരിയോട്ടിക് പ്രൊമോട്ടർ എന്ന് പറയുമ്പോൾ 2 റീജിയൻ ഉണ്ട്, കോർ പ്രൊമോട്ടർ ഉണ്ട്, അതുപോലെ തന്നെ അപ്സ്ട്രീം റെഗുലേറ്ററി എലമെന്റ്സ്. കോർ പ്രൊമോട്ടർ typically spans about 40 to 60 base pair and it is situated around the transcription start site. ഓക്കെ, അപ്പോൾ കോർ പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ അത് ഒരു 40-60 ബേസ് പെയർ ഉണ്ട്. നമ്മളുടെ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് സൈറ്റിന് തൊട്ട് മുന്നേ കാണുന്ന ഒരു ഭാഗമാണ് കോർ പ്രൊമോട്ടർ എന്ന് പറയുന്നത്. ടു ഇനിഷ്യേറ്റ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ യൂക്യാരിയോട്സ്, 2 key components are required, that is RNA polymerase enzyme and transcription factors. ഓക്കെ, അപ്പോൾ ഈ ഒരു യൂക്യാരിയോട്സിൻ്റെ കേസിൽ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു RNA polymerase enzyme വേണം, അതുപോലെ തന്നെ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് വേണം. ഇൻ കോൺട്രാസ്റ്റ് ടു ബാക്ടീരിയ വെയർ RNA polymerase recognize the promoter directly, in eukaryotes transcription factor first identify and bind to the promoter. അതായത് പ്രോക്യാരിയോട്സ്, പ്രോക്യാരിയോട്സിന്റെ കേസിൽ എങ്ങനെയാണ്, അവരുടെ RNA പോളിമറൈസ് ആണ് ആദ്യം തന്നെ പോയി പ്രൊമോട്ടറിൽ പോയി ബൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, സിഗ്മ ഫാക്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും RNA പോളിമറൈസ് ആണ് ആ പ്രൊമോട്ടറിലേക്ക് ആദ്യമായിട്ട് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. പക്ഷേ യൂക്യാരിയോട്സിന്റെ കേസിൽ അങ്ങനെയല്ല, അവിടെ ആദ്യം വന്ന് ബൈൻഡ് ചെയ്യുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ആണ്, പിന്നീടാണ് നമ്മളുടെ RNA പോളിമറൈസ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ then establish a structure at the promoter that direct RNA polymerase to precise starting point for transcription. അപ്പോൾ എല്ലാ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് അവിടെ വന്ന് ബൈൻഡ് ചെയ്യുകയും പിന്നീട് RNA polymerase വന്ന് ഈ പറയുന്ന ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ് ഈ പറയുന്ന പ്രൊമോട്ടർ എന്ന് പറയുമ്പോൾ 2 റീജിയൻസ് വരുന്നുണ്ട്. റെഗുലേറ്ററി പ്രൊമോട്ടറും ഉണ്ട്, കോർ പ്രൊമോട്ടറും ഉണ്ട്. റെഗുലേറ്ററി പ്രൊമോട്ടർ ആണ് ട്രാൻസ്ക്രിപ്ഷൻ്റെ കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരാണ്. കോർ പ്രൊമോട്ടർ എന്ന് പറയുന്നത് അവിടെയാണ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സും നമ്മളുടെ RNA പോളിമറൈസ് ഒക്കെ വന്ന് ബൈൻഡ് ചെയ്യുന്നത് ഈ ഒരു കോർ പ്രൊമോട്ടറിലേക്കാണ്. കോർ പ്രൊമോട്ടർ ആണ് സ്റ്റാർട്ട് സൈറ്റിന് തൊട്ടടുത്തുള്ളത്. ഓക്കെ, ഇനി ദ കോർ പ്രൊമോട്ടർ ജനറലി എക്സ്റ്റെൻഡ് ഫ്രം -40 to +40 ബേസ് പെയർ അറൌണ്ട് ദ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് സൈറ്റ്. ഓക്കെ, അപ്പോൾ കോർ പ്രൊമോട്ടർ എന്ന് പറയുന്നത് അതിരിക്കുന്ന റീജിയൻ ആണ് -40 തുടങ്ങി +40 വരെയുള്ള ആ ഒരു റീജിയനിൽ. ഇനി നമുക്ക് ഓരോ പ്രൊമോട്ടർ, അതായത് RNA പോളിമറൈസ് 1ന്റെ പ്രൊമോട്ടർ, 2ന്റെ പ്രൊമോട്ടർ, 3ന്റെ പ്രൊമോട്ടർ ഒക്കെ നമുക്ക് നോക്കണം. ഫസ്റ്റ് RNA പോളിമറൈസ് 1ന്റെ പ്രൊമോട്ടർ നോക്കിക്കേ, അത് RNA പോളിമറൈസ് 1ന്റെ പ്രൊമോട്ടർ എവിടെയാണ്, rRNA ജീനിലാണ് ഉള്ളത്. ആൻഡ് ഇവിടെ 2 കമ്പോണൻസുകളുണ്ട്, ഒരു കോർ പ്രൊമോട്ടറും ഉണ്ട്, അതുപോലെ തന്നെ അപ്സ്ട്രീം കൺട്രോൾ എലമെന്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിക്കേ, ഇതേ കണ്ടോ, ഒരു കോർ പ്രൊമോട്ടറുണ്ട്, UCE ആണ് അപ്സ്ട്രീം കൺട്രോൾ എലമെന്റ്. ഓക്കെ, കോർ പ്രൊമോട്ടർ എന്ന് പറയുന്നത് -45 to +20 ബേസ് പെയർ ആണ്. അപ്പോൾ അതേ നോക്കിക്കേ, ഫിഗർ നോക്കി, കോർ പ്രൊമോട്ടർ ഇരിക്കുന്ന ഭാഗം -45 തുടങ്ങി +20 വരെയുള്ള ഏരിയയിലാണ് കോർ പ്രൊമോട്ടർ ഇരിക്കുന്നത്. പിന്നെ അത് GC റിച്ച് റീജിയൻ ആണ്. ഓക്കെ, ഇനി UCE എന്ന് ഇരിക്കുന്നത് എവിടെയാണ്, ഒരു 100 ബേസ് പെയർ അപ്സ്ട്രീം. ഓക്കെ, അപ്പോൾ ഒരു 100 ബേസ് പെയർ അപ്സ്ട്രീം ആണ് UCE ഇരിക്കുന്നത്. ദ കോർ പ്രൊമോട്ടർ ആൻഡ് UCE ആർ സെപ്പറേറ്റഡ് ബൈ അപ്രോക്സിമറ്റ്ലി 60 ബേസ് പെയർ. ഈ കോർ പ്രൊമോട്ടറും UCEയും തമ്മിൽ ഒരു 60 ബേസ് പെയർ ഗ്യാപ്പ് എങ്കിലും ഒരു ഡിസ്റ്റൻസ് അവർക്കിടയിൽ ഒരു 60 ബേസ് പെയർ ഡിസ്റ്റൻസ് സെപ്പറേഷൻ ഉണ്ട്. ഓക്കെ, ഇനി RNA പോളിമറൈസ് 3യുടെ കേസ് നോക്കിക്കേ, ഇത് ഏതൊക്കെ ജീനുകളിലാണുള്ളത്, നമ്മൾ RNA പോളിമറൈസ് 1 പ്രൊമോട്ടർ ഉള്ളത് rRNA ജീനിലായിരുന്നു. ഇത് RNA പോളിമറൈസ് 3 ഉള്ളത് 5S rRNA, tRNA, U6SN RNA ജീന് ഇതിലൊക്കെയാണ് ഉള്ളത്.
പിന്നെന്താണ് ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ കീ പ്രൊമോട്ടർ എലമെന്റ് ആർ ലൊക്കേറ്റഡ് വിത്തിൻ ദ ട്രാൻസ്ക്രൈബ്ഡ് റീജിയൻ ദാറ്റ് ഈസ് ഡൗൺ സ്ട്രീം ഓഫ് ദ +1 സൈറ്റ്. അപ്പോൾ നമുക്കറിയാം സ്റ്റാർട്ട് ചെയ്യുന്ന സൈറ്റ് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ടിങ് സൈറ്റാണ് +1 സൈറ്റ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് താഴേക്ക് ആ +1 സൈറ്റിൽ നിന്ന് മുകളിലാണെങ്കിൽ അപ്സ്ട്രീം എന്ന് പറയും, അതിൽ നിന്ന് താഴേക്കാണെങ്കിൽ ഡൗൺ സ്ട്രീം. അപ്പോൾ ആ ഒരു ഡൗൺ സ്ട്രീം ഭാഗത്താണ് ഇവരുടെ പ്രൊമോട്ടർ എലമെന്റ്സ് ഇരിക്കുന്നത്. ഈ RNA പോളിമറൈസ് 3 പ്രൊമോട്ടർ 3 ടൈപ്പ് ഉണ്ട്, ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ടൈപ്പ് 1 നോക്കാം. ടൈപ്പ് 1 ആണ് ടൈപ്പ് 1 ഇന്റേണൽ പ്രൊമോട്ടർ എന്ന് പറയും. അത് 5S rRNA ജീനിന് വേണ്ടിയുള്ളതാണ്. ഓക്കെ, ടൈപ്പ് 1 ഇന്റേണൽ പ്രൊമോട്ടർ 5S rRNA ജീനിനുള്ളതാണ്. അതിന്റെ പൊസിഷൻ നോക്കിക്കേ, ഇതാണ് ടൈപ്പ് 1 ഇന്റേണൽ പ്രൊമോട്ടർ ഫിഗർ നോക്കാം. ഇവർക്ക് 2 ബോക്സ് ഉണ്ട്, ബോക്സ് എയും ബോക്സ് സിയും ഉണ്ട്. പിന്നെ അതിന്റെ ജസ്റ്റ് പൊസിഷൻ പറഞ്ഞേക്കാണ്. ബോക്സ് എ ആണെങ്കിൽ +50ക്കും +70ക്കും ആണ് ഇരിക്കുന്നത്, ബോക്സ് സി ആണെങ്കിൽ +80ക്കും +90ക്കും ആണ് ഇരിക്കുന്നത്. ഇനി തൊട്ടപ്പുറത്ത് കാണുന്ന ഫിഗർ ഏതാണ്? ടൈപ്പ് 2 ഇന്റേണൽ പ്രൊമോട്ടർ ആണ്. ഇത് tRNAക്ക് വേണ്ടി, അതായത് tRNA ജീനിലുള്ള പ്രൊമോട്ടർ ആണ് ടൈപ്പ് 2 ഇന്റേണൽ പ്രൊമോട്ടർ എന്ന് പറയുന്നത്. ഇവർക്കും ഇതുപോലെ തന്നെ ബോക്സ് എയും ബോക്സ് ബിയും ഉണ്ട്. ഇവർക്കും ഇതുപോലെ തന്നെ ബോക്സ് എയും ബോക്സ് ബിയും ഉണ്ട്. ബോക്സ് എ ഇരിക്കുന്നത് +10 +30ക്കും, ബോക്സ് ബി ആണെങ്കിൽ +50ക്കും +70ക്കും ഇടയിലാണ്. പിന്നെ ടൈപ്പ് 3 അപ്സ്ട്രീം പ്രൊമോട്ടർ എന്ന് പറയുന്നത് U6SN RNA ജീനിന് വേണ്ടിയുള്ളതാണ്. അതും അപ്സ്ട്രീം ആണ്, അതായത് സ്റ്റാർട്ട് സൈറ്റിന് മുകളിലായിട്ടാണ് ടൈപ്പ് 3 അപ്സ്ട്രീം പ്രൊമോട്ടർ ഉള്ളത്. ഇവർക്ക് ടാറ്റ ബോക്സ്, PSC, DSC എന്ന് പറയുന്ന റീജിയൻസുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിക്കേ, ഇത് ടൈപ്പ് 3യുടെ ആണ്. അവിടെ നോക്കി അവർക്ക് ടാറ്റ ബോക്സ് ഉണ്ട്. ഇതാണ് നമ്മളുടെ സ്റ്റാർട്ട് സൈറ്റ് +1 സൈറ്റ്. അതിന് തൊട്ട് മുന്നേ ആണ് ടാറ്റ ബോക്സ്, PSC, DSC. ഇതാണ് നമ്മളുടെ ടൈപ്പ് 3 പ്രൊമോട്ടർ സീക്വൻസ് എന്ന് പറയുന്നത്, ടൈപ്പ് 3 അപ്സ്ട്രീം പ്രൊമോട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ 3, അതായത് നമ്മളുടെ RNA പോളിമറൈസ് 3യിലുള്ള 3 ടൈപ്പാണ്. ടൈപ്പ് 1 അത് 5S rRNAക്ക് വേണ്ടി, ടൈപ്പ് 2 tRNAക്ക് വേണ്ടി, ടൈപ്പ് 3 എന്ന് പറയുന്നത് U6SN RNA ജീൻ. ഓക്കെ, ഇനി അടുത്തതാണ് RNA പോളിമറൈസ് 2ന്റെ പ്രൊമോട്ടർ. നമുക്ക് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് RNA പോളിമറൈസ് 2 ആണ്, കാരണം അത് എപ്പോഴും സിന്തസൈസ് ചെയ്യുന്നത് mRNA ആണ്. RNA polymerase 2 is responsible for synthesizing mRNA. Its promoter are lengthy and variable, extending several thousand base pair before transcription start site. അതായത് ഇത് ഭയങ്കര ലെങ്തി ആണ്, കുറേ ഏരിയാസ് ഉണ്ട്. അതായത് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് സൈറ്റിന് മുന്നേ ഒരു 1000 ബേസ് പെയർ എങ്ങാണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഇവരുടെ കോർ പ്രൊമോട്ടർ എന്ന് പറയുന്നത് 40 തുടങ്ങി 60 ബേസ് പെയർ ലോങ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ മെയിൻ ഭാഗങ്ങൾ നോക്കിക്കേതാ, ഇതാണ് നമ്മളുടെ പോളിമറൈസ് RNA പോളിമറൈസ് 2ന്റെ പ്രൊമോട്ടർ ആണ്. അതിന് BRE റീജിയൻ ഉണ്ട്, ടാറ്റ ബോക്സ് റീജിയൻ, INR ദാറ്റ് ഈസ് ഇനിഷ്യേറ്റർ എലമെന്റ്, പിന്നെ MTE മോട്ടീവ് 10 എലമെന്റ്, DPE, DCE, ഇങ്ങനെ കുറച്ച് ഏരിയാസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ BRE എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിലേക്കാണ് TF2B വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ടാറ്റ ബോക്സിലേക്കാണ് TF2D വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ഇനിഷ്യേറ്റർ എലമെന്റ് എന്ന് പറയുന്നത് അവിടെയാണ് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് സൈറ്റ് മാർക്കിംഗ് പോയിന്റ് ആണ്, ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. പിന്നെ MTE എന്ന് പറയുന്നത് മോട്ടീവ് 10 എലമെന്റ് ആണ്. അത് നമ്മളുടെ ഇതാണ് നമ്മളുടെ സ്റ്റാർട്ട് സൈറ്റ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത സൈറ്റ് ആണ് ഈ പറയുന്ന MTE. ഈ ഒരു ഫിഗർ നോക്കി അറിയാം, ഇവിടെയാണ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഇനിഷ്യേറ്റർ എലമെന്റിന്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് നമ്മളുടെ MTE ഇരിക്കുന്നത്. ഓക്കെ, ഇത് മെയിൻ ആയിട്ട് TF2Dയുടെ ബൈൻഡിങ്ങിന് അസിസ്റ്റ് ചെയ്യുന്നതാണ്. DPE എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം പ്രൊമോട്ടർ എലമെന്റ് ആണ്, അവിടെയാണ് TF2D വന്ന് ബൈൻഡ് ചെയ്യുന്നത്. DCE എന്ന് പറയുന്നത് ഡൗൺ സ്ട്രീം കോർ എലമെന്റ് ആണ്, അവിടെ ഇതും TF2Dക്ക് വേണ്ട വേറൊരു സൈറ്റ് ആണ്. ഓക്കെ, ഇത്രയും ആൾക്കാരുണ്ട്, അത് ഇത്രയും ഏരിയാസ് ഉണ്ടെന്ന് ഓർത്താൽ മതി. BRE, ടാറ്റ ബോക്സ്, ഇനിഷ്യേറ്റർ എലമെന്റ്, MTE, DPE, DCE. ഓക്കെ, ഇനി അടുത്തത് റെഗുലേറ്ററി പ്രൊമോട്ടർ എലമെന്റ്സ്. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് എന്താണ്, ദീസ് കോമ്പണൻസ് കറക്റ്റ്ലി ഫോം ദ കോർ പ്രൊമോട്ടർ. ഇത്രയും ആൾക്കാരാണ് കോർ പ്രൊമോട്ടറിൽ വരുന്നത്. ഇനി അവർക്ക് കോർ പ്രൊമോട്ടറിന് മുന്നേ ഉള്ള ആൾക്കാരാണ് റെഗുലേറ്ററി പ്രൊമോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നോക്കിക്കേ, ഇതാണ് റെഗുലേറ്ററി പ്രൊമോട്ടർ. അത് അപ്സ്ട്രീം കോർ പ്രൊമോട്ടറിന് ഇതൊക്കെ കോർ പ്രൊമോട്ടർ, ടാറ്റ ബോക്സ് ഒക്കെ കോർ പ്രൊമോട്ടറിന്റെ ഭാഗമാണ്. അതിന് തൊട്ട് മുന്നേ ഉള്ള ഏരിയയാണ് റെഗുലേറ്ററി പ്രൊമോട്ടർ എലമെന്റ് എന്ന് പറയുന്നത്. ഇവര് ട്രാൻസ്ക്രിപ്ഷൻ ലെവൽ റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അതിലുള്ള 2 ആൾക്കാരാണ് CAT ബോക്സും GC ബോക്സും. കണ്ടോ, CAT ബോക്സും GC ബോക്സും. ഓക്കെ, സോ CAT ബോക്സ് ബൈൻഡ് ആക്ടിവേറ്റർ പ്രോട്ടീൻ NF1, NF
വൈ. അപ്പോൾ ഈ കാറ്റ് ബോക്സിലേക്കാണ് ആക്ടിവേറ്റർ പ്രോട്ടീൻസ് ആയിട്ടുള്ള NF1 NF-Y ഒക്കെ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. GC ബോക്സിലേക്കാണ് ആക്ടിവേറ്റർ പ്രോട്ടീൻ ആയിട്ടുള്ള SP1 വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ കോർ പ്രൊമോട്ടർ ഡിറ്റർമൈൻ ദ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് പോയിന്റ്. അപ്പോൾ കോർ പ്രൊമോട്ടറിലുള്ള ആൾക്കാരാണ് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് പോയിന്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. റെഗുലേറ്ററി പ്രൊമോട്ടറിലുള്ള ആൾക്കാരാണ് എന്ത് ട്രാൻസ്ക്രിപ്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ടൊക്കെ അതിൻ്റെ എന്താണ് ഇനിഷ്യേഷനൊക്കെ കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതൊക്കെ ഇവർ തന്നെയാണ്. ഇനി RNA polymerase 2ന്റെ ട്രാൻസ്ക്രിപ്ഷൻ നോക്കാം. യൂക്കാരിയോട്ടിക് RNA polymerase 2 cannot initiate transcription independently. It necessitate specific protein known as transcription factors. അപ്പോൾ RNA polymerase 2ന് ഒറ്റയ്ക്ക് ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യാൻ പറ്റൂല. ആരുടെ ഹെൽപ്പ് വേണം? ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സിന്റെ ഹെൽപ്പ് വേണം. ആൻഡ് ദർ ആർ 2 categories ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ്. ഏതൊക്കെയാണ്? ബേസൽ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ആൻഡ് റെഗുലേറ്ററി ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ്. അപ്പോൾ 2 തരത്തിലുള്ള ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സുകളുണ്ട്. ഏതൊക്കെയാണ്? ബേസൽ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സും റെഗുലേറ്ററി ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ്. ബേസൽ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ അതിൽ വരുന്നതാണ് TF2D, TF2A, TF2B. ഇതൊക്കെ കോർ പ്രൊമോട്ടറിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്ന മെയിൻ ആൾക്കാരാണ്. പിന്നെ റെഗുലേറ്ററി ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവർ നമ്മളുടെ എൻഹാൻസർ, സൈലൻസേഴ്സ് ആ ഒരു ഏരിയയിൽ വന്ന് ആ ഒരു റീജിയനിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ റെഗുലേറ്ററി ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സിന് എക്സാമ്പിൾ ആണ് CBF എങ്ങോട്ടാണ്? കാറ്റ് ബോക്സിലേക്ക് ബൈൻഡ് ചെയ്യുന്നതാണ്. SP1 അത് GC ബോക്സിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ്. ഓക്കെ, അപ്പോൾ RNA polymerase 2 ആണ് mRNA സിന്തസൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. കോർ പ്രൊമോട്ടറിൽ ടാറ്റാ ബോക്സും BREയും INR, MT, DP, EDC ഉണ്ട്. റെഗുലേറ്ററി പ്രൊമോട്ടറിൽ കാറ്റ് ബോക്സും GC ബോക്സും ഉണ്ട്. കാറ്റ് ബോക്സിൽ നമ്മുടെ CBF എന്ന് പറയുന്ന റെഗുലേറ്ററി ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ വന്ന് ബൈൻഡ് ചെയ്യുന്നുണ്ട്. GC ബോക്സിലേക്ക് SP1 വന്ന് ബൈൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ ഇനിഷ്യേഷൻ നോക്കാം. ട്രാൻസ്ക്രിപ്ഷൻ കമൻസസ് വെൻ എ പ്രോട്ടീൻ കോൾഡ് TF2D ബൈൻഡ് ടു ദ ജീൻ. അപ്പോൾ ഫസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ ഇനിഷ്യേഷൻ ആണ് പറയുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ ഇനിഷ്യേഷനിൽ ആദ്യം തന്നെ ആരാണ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്? TF2D ആണ്. ഓക്കെ, TF2D എന്ന് പറയുന്ന ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ വന്നാണ് ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കേ, TF2Dയുടെ ഇത് ഈ വയലറ്റ് കളർ കാണിച്ചേക്കുന്നത് TF2Dയുടെ സ്ട്രക്ചർ ആണ്. അതിന് TBP എന്ന് പറയുന്ന ഒരു ടാറ്റാ ബോക്സ് ബൈൻഡിങ് പ്രോട്ടീനും പിന്നെ TAF എന്ന് പറഞ്ഞ TBP അസോസിയേറ്റഡ് ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ TBPയും TAFും കൂടി അടങ്ങുന്ന ഒരു ഇതാണ് TF2D എന്ന് പറയുന്ന ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ. അതിൽ നമ്മളുടെ TBP ആണ് എന്ത് ചെയ്യുന്നത്? ടാറ്റാ ബോക്സിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ TF2D ഫസ്റ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്നത് ടാറ്റാ ബോക്സിലേക്കാണ്. TF2Dയുടെ ഏത് ഭാഗമാണ് ടാറ്റാ ബോക്സിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്നത്? TBP എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചറാണ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. എന്നിട്ട് DNA ഒന്ന് വളയ്ക്കും. ഓക്കെ, ദാറ്റ് മീൻസ് DNA ഒന്ന് ബെൻഡ് ചെയ്യിക്കും. ഓക്കെ, ഇനി ഇഫ് ടാറ്റാ ബോക്സ് ഇപ്പൊ അവിടെ ടാറ്റാ ബോക്സ് ഇല്ലെങ്കിൽ ഈ ഒരു റോള് നമുക്ക് DPക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു ടാറ്റാ ബോക്സിന്റെ ഇല്ലെങ്കിൽ DPയിലേക്ക് വന്ന് ബൈൻഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്തതാണ് ഫോർമേഷൻ ഓഫ് പ്രീ ഇനിഷ്യേഷൻ കോംപ്ലക്സ്. അപ്പം നമ്മളുടെ TF2D വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ വന്ന് ഇവരുടെ പുറകെയായിട്ട് ഇങ്ങനെ വരും. TF2D കഴിഞ്ഞിട്ട് TF2A, അത് കഴിഞ്ഞ് TF2B, പിന്നെ TF2F ഒറ്റയ്ക്ക് വരില്ല. RNA polymerase 2ന്റെ കൂടെ വരുള്ളൂ. TF2F വിത്ത് RNA polymerase 2, പിന്നെ അത് കഴിഞ്ഞിട്ട് TF2E വരും, TF2H വരും. ഓക്കെ, അപ്പോൾ നിങ്ങളിങ്ങനെ ഓർത്താൽ മതി DAB-F RNA polymerase 2 EH. ഓക്കെ, അപ്പോൾ എന്തെന്നാണ് DAB-F പോളി. ഓക്കെ, EH ഇങ്ങനെ ഓർത്താൽ മതി. DAB-F പോളി EH. അങ്ങനെ ആ ഒരു ഓർഡർ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതാണ് ഇത്രയും പേര്, അതായത് ഇത്രയും ഈ ഒരു കോംപ്ലക്സിൽ ഇങ്ങനെ എല്ലാവരും കൊണ്ട് ഒഴിക്കുന്ന ഈ ഒരു കോംപ്ലക്സിനെയാണ് പ്രീ ഇനിഷ്യേഷൻ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ഫസ്റ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്നത് TF2D ആണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ Aയും Bയും Fഉം Eയും H ഒക്കെ വന്ന് ബൈൻഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് പ്രീ ഇനിഷ്യേഷൻ കോംപ്ലക്സ് ഉണ്ടാവുന്നത്. ഇനി ആക്ടിവേഷൻ ഓഫ് RNA polymerase 2, അതായത് RNA polymerase 2ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ഒരു CTD എന്ന് പറയുന്ന ഒരു ടെയിലുണ്ട്. ഒരു C ടെർമിനൽ ഡൊമെയിൻ ആണ് അതിൻ്റെ ടെയിലാണ്. ഈ ഒരു CTDക്ക് ഒരു 7 അമിനോ ആസിഡ്സുകളുണ്ട്. അപ്പോൾ നമ്മളുടെ TF2H എന്ന് പറയില്ലേ, ഈ TF2Hന് 2 പണിയുണ്ട്. ഒന്ന് ഈ പറയുന്ന ടെയിലിനെ ഫോസ്ഫോറൈലേറ്റ് ചെയ്യുന്ന ജോലിയും, പിന്നെ ഈ പറയുന്ന DNA സ്ട്രാൻഡിനെ അൺവൈൻഡ് ചെയ്യും, അതായത് ഹെലിക്കേസിന്റെ ജോലിയും ചെയ്യുന്നത് ആരാണ്? TF2H ആണ്. അപ്പോൾ 2 ജോലിയാണ് TF2Hനുള്ളത്. ഒന്ന് RNA polymerase 2ന്റെ വാലിലേക്ക് ഫോസ്ഫേറ്റ് ആഡ് ചെയ്ത് കൊടുക്കും, ഫോസ്ഫോറൈലേറ്റ് ചെയ്യും. പിന്നെ ഒന്ന് DNA അൺവൈൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ CTD ടെയിലിന്റെ ഫംഗ്ഷൻ നോക്കാം. CTD
ടെയിലാണ് എന്ത് ചെയ്യുന്നത്, RNA പ്രോസസ്സിങ്ങിന് ആവശ്യമുള്ള പ്രോട്ടീൻസിനൊക്കെ റിക്രൂട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് CTD ടെയിലുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഓരോരുത്തരെയും ഫംഗ്ഷൻ നോക്കിക്കേ. TF2D ആണ് ടട്ടാ ബോക്സിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. TF2A എന്താ ചെയ്യുന്നത്, TF2Dയുടെ ബൈൻഡിങ്ങിന് ഒന്ന് സ്ട്രെങ്തൻ ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ് TF2A. B എന്താ ചെയ്യുന്നത്, B ആണ് നമ്മളുടെ RNA പോളിമറൈസിനെ അറ്റാച്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. TF2F ആണ് RNA പോളിമറൈസ് 2നെയും കൂട്ടി വരുന്നത്. E ആണ് TF2Hനെ റിക്രൂട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. TF2Hന് ആകെ 2 ജോലിയുണ്ട്, DNA അൺവൈൻഡ് ചെയ്യാനും RNA പോളിമറൈസിനെ ആക്ടിവേറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ വേറെ പ്രോട്ടീൻസുകളുണ്ട്, അതായത് ട്രാൻസ്ക്രിപ്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റുള്ള പ്രോട്ടീൻസുകളാണ് മീഡിയേറ്റർ, ഫാക്ട് പ്രോട്ടീൻ എന്നൊക്കെ പറയുന്നത്. എന്തെന്നാണ് ഈ പറയുന്ന ട്രാൻസ്ക്രിപ്ഷന് സപ്പോർട്ട് ചെയ്യുന്ന പ്രോട്ടീൻസ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ്, ഫസ്റ്റ് ആക്ടിവേറ്റർ ഉണ്ട്. ആക്ടിവേറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, പ്രോട്ടീൻ ബൈൻഡ് ടു DNA ആൻഡ് റെഗുലേറ്റ് വെൻ ആൻഡ് വാട്ട് എക്സ്റ്റെൻഡ് ട്രാൻസ്ക്രിപ്ഷൻ ഒക്കെ. ഓക്കെ, അപ്പോൾ ഒരു ആക്ടിവേറ്റർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളൊരു പ്രോട്ടീനാണ് മീഡിയേറ്റർ. മീഡിയേറ്റർ എന്താ ചെയ്യുന്നത്, ആക്ടിവേറ്ററിനെയും RNA പോളിമറൈസ് 2നെയും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു, അതായത് അവരെ മീഡിയേറ്റ് ചെയ്യിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് മീഡിയേറ്റർ. പിന്നെ ഒരു ഫാക്ട് പ്രോട്ടീൻ ഉണ്ട്, അതാണ് ക്രോമാറ്റിൻ ഓപ്പണിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താ ചെയ്യുന്നത്, ഇവരൊക്കെ ട്രാൻസ്ക്രിപ്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന വേറെ കുറച്ച് പ്രോട്ടീൻസുകളാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മീഡിയേറ്റർ, ഫാക്ട് പ്രോട്ടീൻ, ആക്ടിവേറ്റർ. ഇതൊക്കെ ട്രാൻസ്ക്രിപ്ഷനെ റെഗുലേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ TF2D ആണ് ട്രാൻസ്ക്രിപ്ഷൻ ഇനിഷ്യേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിന്റെ പുറകിൽ ബാക്കി എല്ലാവരും കൂടി വന്ന് ഒരു പ്രീ ഇനിഷ്യേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യും. TF2Hന് 2 ജോലിയുണ്ട്, ഒന്ന് RNA പോളിമറൈസ് 2നെ ആക്ടിവേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ DNA അൺവൈൻഡ് ചെയ്യുക. CTD ടെയിൽ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്, RNA പ്രോസസ്സിങ്ങിനാണ് അതിന് റോൾ ഉള്ളത്. ആക്ടിവേറ്ററും മീഡിയേറ്ററും ഫാക്ട് എന്നൊക്കെ പറയുന്നത് ട്രാൻസ്ക്രിപ്ഷനെ റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻസുകളാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ ജസ്റ്റ് കാണിച്ചതാണ്. നമ്മളുടെ ടാറ്റാ ബോക്സ് ഉണ്ട്, ടാറ്റാ ബോക്സിലേക്ക് TF2D വന്ന് ബൈൻഡ് ചെയ്തിട്ടുണ്ട്. TF2Dയുടെ TBP ആണ് ആദ്യം തന്നെ പോയി ടാറ്റാ ബോക്സിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അതിന്റെ പുറകിൽ നമ്മളുടെ TF2Aയും Bയും വന്നു. പിന്നെ F നമ്മളുടെ RNA പോളിമറൈസിനെ കൂട്ടി വന്ന്, പിന്നെ അതിന്റെ പുറകിൽ Eയും H ഒക്കെ വന്ന്, അങ്ങനെയാണ് എന്തുണ്ടായത്, നമ്മളുടെ പ്രീ ഇനിഷ്യേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, പിന്നെ TF2Hന്റെ ജോലി എന്താണ്, DNA അൺവൈൻഡ് ചെയ്യുക, അതുപോലെ തന്നെ CTD ടെയിലേക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ആഡ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് ട്രാൻസ്ക്രിപ്ഷൻ ടെർമിനേഷൻ. അതായത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. RNA പോളിമറൈസ് 1ന്റെ കേസിലാണെങ്കിൽ അവർക്കൊരു ടെർമിനേറ്റർ ഫാക്ടർ വേണം. ഇപ്പൊ നമ്മൾ പ്രൊക്യാരിയോട്സിന്റെ കേസ് പറയുമ്പോൾ റോ ഫാക്ടർ വേണം അവർക്ക്, ഇല്ലേ? അതുപോലെ തന്നെ RNA പോളിമറൈസ് 1ന് ഒരു ടെർമിനേഷൻ ഫാക്ടർ വേണം. RNA പോളിമറൈസ് 3ക്ക് ആണെങ്കിൽ ഇങ്ങനെ യു എന്ന് പറയുന്ന ഒരു സീക്വൻസ്, RNA സീക്വൻസ് യു എന്ന് പറഞ്ഞ് കാണുമ്പോഴാണ് അവർ ടെർമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, RNA പോളിമറൈസ് 3ക്ക് ഇങ്ങനെ ഒരു യുറാസിലിന്റെ ഒരു സ്ട്രെച്ച് കണ്ടാലേ അത് നിൽക്കുള്ളൂ, ടെർമിനേറ്റ് ചെയ്യുള്ളൂ. പിന്നെ RNA പോളിമറൈസ് 2ന്റെ കേസിൽ 2 രീതിയിൽ നടക്കുന്നുണ്ട്, അലോസ്റ്ററിക് മോഡലും ടോർപിഡോ മോഡൽ. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതായത് RNA സിന്തസിസ് സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണ്, 2 രീതിയിലാണ്, അലോസ്റ്ററിക് മോഡലും ടോർപിഡോ മോഡൽ. അലോസ്റ്ററിക് മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു എ സീക്വൻസ് കാണുമ്പോഴാണ് സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്നത്. ടോർപിഡോ മോഡൽ എന്ന് പറഞ്ഞാൽ ഈ എ സീക്വൻസ് കാണുമ്പോൾ അതിന് തൊട്ടടുത്തുള്ള സീക്വൻസിലുള്ള RNA എന്ത് ചെയ്യും, ഒരു എൻസൈം വന്ന് കട്ട് ചെയ്യും. എന്നിട്ട് 5'3' എക്സോന്യൂക്ലിയസ് എന്ത് ചെയ്യും, എന്തെങ്കിലും RNA ഫ്രാഗ്മെന്റ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്ത് കളഞ്ഞിട്ട് RNA പോളിമറൈസ് എൻസൈമിനെ അവിടെ നിന്ന് മാറ്റി വെക്കും. ഓക്കെ, അതാണ് ടോർപിഡോ മോഡൽ ചെയ്യുന്നത്. അപ്പോൾ അപ്പോൾ എന്താണ്, RNA പോളിമറൈസ് 2ന്റെ കേസിൽ അലോസ്റ്ററിക് മോഡലും ടോർപിഡോ മോഡലും ഉണ്ട്. അലോസ്റ്ററിക് മോഡൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ പോളി എ സീക്വൻസ് കാണുമ്പോൾ അവിടെ വെച്ച് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ചെയ്യും. ടോർപിഡോ മോഡൽ എന്ന് പറഞ്ഞാൽ എ സീക്വൻസ് കാണുന്ന തൊട്ടടുത്തുള്ള RNA ഒരു എൻസൈം വന്ന് കട്ട് ചെയ്യും. അത് കഴിഞ്ഞ് 5'3' എക്സോന്യൂക്ലിയസ് എന്ത് ചെയ്യും, റെസിഡ്യൂൽ RNA ഫ്രാഗ്മെന്റിനെ ഡൈജസ്റ്റ് ചെയ്ത് കളയും. RNA പോളിമറൈസിനെ വേഗം അവിടെ നിന്ന് മാറിപ്പോക്കോളാൻ പറയും. ഓക്കെ, അതാണ് ടോർപിഡോ മോഡൽ. ഓക്കെ, അപ്പോൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞു, TF2D കഴിഞ്ഞിട്ട് ABFEH വന്നിട്ടാണ് ആ ഒരു PIC കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്, പ്രീ ഇനിഷ്യേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. Hന്റെ ജോലി എന്താണ്, DNA അൺവൈൻഡ് ചെയ്യാനും RNA പോളിമറൈസിനെ ആക്ടിവേറ്റ് ചെയ്യുക. RNA പോളിമറൈസ് 1ന് ഒരു ടെർമിനേഷൻ ഫാക്ടർ വേണം. RNA പോളിമറൈസ് 3ക്ക് യൂറിച്ച് സീക്വൻസ് വേണം. RNA പോളിമറൈസ് 2ന് 2 രീതിയിലാണ് ടെർമിനേറ്റ് ചെയ്യുന്നത്, അലോസ്റ്ററിക് മോഡലും ടോർപിഡോ മോഡൽ. ഓക്കെ, ഇനി
ഈ ടോർപിഡോ മോഡലിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ RNA ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളുടെ പോളി എ സിഗ്നലിന്റെ തൊട്ടടുത്തായിട്ട് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ് RNA ക്ലീവ് ചെയ്ത് കളയുന്നത്. അത് കഴിഞ്ഞ് 5'3' എക്സോ ന്യൂക്ലിയസ് ആണ് റിമൈനിങ് RNA ഡൈജസ്റ്റ് ചെയ്ത് കളയുന്നത്. ഹ്യൂമൻസിലുള്ള 5'3' എക്സോ ന്യൂക്ലിയസ് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈം ചെയ്യുന്നതാണ് XRN2 എന്ന് പറയുന്നതും. പിന്നെ ഈസ്റ്റിലുള്ളത് RAT1. ഇതൊക്കെ 5' എക്സോ ന്യൂക്ലിയസ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ RNA പോളിമറൈസിനെ അവിടെ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് കളയും. ഓക്കെ, ഇനി ആക്ടിവേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ക്രിപ്ഷനെ ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് 2 കമ്പോണൻസ് ഉണ്ട്, DNA ബൈൻഡിങ് ഡൊമൈനും ആക്ടിവേഷൻ ഡൊമൈനും. ഓക്കെ, പിന്നെ കോ ആക്ടിവേറ്റർ എന്ന് പറഞ്ഞാൽ ആക്ടിവേറ്ററായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് കുറച്ച് ആൾക്കാരാണ്. അവർക്ക് നേരിട്ട് DNA പോയി ബൈൻഡ് ചെയ്യാൻ പറ്റില്ല, പകരം ആക്ടിവേറ്റേഴ്സിനെ ഒന്ന് അസിസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ക്രൊമാറ്റിനെ മോഡിഫൈ ചെയ്യാനും ക്രൊമാറ്റിനെ റീമോഡൽ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആക്ടിവേറ്റർ ആണ് നേരിട്ട് DNA പോയി ബൈൻഡ് ചെയ്ത് ട്രാൻസ്ക്രിപ്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. കോ ആക്ടിവേറ്ററിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടും ക്രൊമാറ്റിൻ ഓപ്പൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ടെർമിനേഷൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമുകളാണ് ഹ്യൂമൻസിലുള്ള SRN2 ഈസ്റ്റിലുള്ള RAT1 എന്ന് പറയുന്നത്. ഈ റെഗുലേറ്ററി എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ കോർ പ്രൊമോട്ടറിന് തൊട്ട് മുന്നേ ഉള്ള ആൾക്കാരാണ് റെഗുലേറ്ററി എലമെന്റ്സ്. അതിൽ 2 കാറ്റഗറി ഉണ്ട്, പ്രോക്സിമൽ പ്രൊമോട്ടർ എലമെന്റ്സും ലോങ് റേഞ്ച് റെഗുലേറ്ററി എലമെന്റ്സ് ഉണ്ട്. പ്രോക്സിമൽ പ്രൊമോട്ടർ എലമെന്റ്സ് ആണ് കാറ്റ് ബോക്സും GC ബോക്സും എന്നൊക്കെ പറയുന്നത്. ലോങ് റേഞ്ച് റെഗുലേറ്ററി എലമെന്റ്സിലാണ് നമ്മളുടെ എൻഹാൻസേഴ്സ്, സൈലൻസേഴ്സ്, LCR ലോക്കസ് കൺട്രോൾ റീജിയൻസ് ഒക്കെ വരുന്നത് ഈ ഒരു ലോങ് റേഞ്ച് റെഗുലേറ്ററി എലമെന്റ്സിലാണ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ എൻഹാൻസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഹാൻസേഴ്സ് ആർ സ്പെഷ്യലൈസ്ഡ് DNA സീക്വൻസ് ട്രാൻസ്ക്രിപ്ഷൻ റേറ്റ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന, എൻഹാൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നവരാണ് എൻഹാൻസേഴ്സ് എന്ന് പറഞ്ഞാൽ. പിന്നെന്താണ്? ഫസ്റ്റ് എൻഹാൻസർ ഐഡന്റിഫൈ ചെയ്തത് ഏതിലാണ്? SV40 വൈറസിലാണ്. ഫസ്റ്റ് ഹ്യൂമൻ എൻഹാൻസർ ഫൗണ്ട് ചെയ്തത് ഇമ്യൂണോഗ്ലോബിൻ ഹെവി ചെയിനിലാണ്. എൻഹാൻസർ ആണ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ആയിട്ട് ബൈൻഡ് ചെയ്യുന്നതും പിന്നെ ഈ ഒരു ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതും. ഇനിയിപ്പോൾ എൻഹാൻസറിന്റെ ആക്ടിവിറ്റിനെ ഇൻഹിബിറ്റ് ചെയ്യാനായിട്ട്, അതായത് ട്രാൻസ്ക്രിപ്ഷൻ എൻഹാൻസ് ചെയ്ത് കൊടുക്കുന്നവരാണ് എൻഹാൻസർ, അവരുടെ ആക്ടിവിറ്റി ഇൻഹിബിറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നവരാണ് ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ 2 തരത്തിലുള്ള ഇൻസുലേറ്റേഴ്സ് ഉണ്ട്, എൻഹാൻസർ ബ്ലോക്കേഴ്സും ബാരിയേഴ്സും. എൻഹാൻസർ ബ്ലോക്കർ എന്താ ചെയ്യുന്നത്? എൻഹാൻസേഴ്സിനെ പ്രിവെന്റ് ചെയ്യും, ബാരിയേഴ്സ് സൈലൻസേഴ്സിനെ പ്രിവെന്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എൻഹാൻസേഴ്സിനെ പ്രിവെന്റ് ചെയ്യുന്നവരാണ് എൻഹാൻസർ ബ്ലോക്കർ, സൈലൻസേഴ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നവരാണ് ബാരിയേഴ്സ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മളുടെ ട്രാൻസ്ക്രിപ്ഷൻ ഇൻ യൂക്കാരിയോട്സ്. Okay, thank you.